എന്തിനാണ് ഇങ്ങനെ കാണിക്കണേ? ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട ലക്ഷറി ലൈഫ്, കാറ്, ഭയങ്കര വീട്. താങ്കൾ വന്നപ്പോൾ കണ്ടല്ലോ, എൻ്റെ ലക്ഷറി ലൈഫും വീടെല്ലാം കണ്ടല്ലോ. കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും, ഞാൻ കൊടുത്തിരിക്കും. അത്രയേ ഉള്ളൂ. അത് ഞാൻ പട്ടിണി കിടന്നാലും ശരി, അവരുടെ എല്ലാവരുടെയും പൈസ ഞാൻ കൃത്യമായിട്ട് കൊടുത്തിരിക്കും. ഒരു മാറ്റവും. വസ്തുവില്ലാത്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങള് ഈ മരണത്തോടുകൂടി അനാഥമായി പോകുന്ന ഒരു അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്റെ കുടുംബസ്വത്തിൽ നിന്നാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും വിലപിടിപ്പുള്ളതായിട്ടുള്ള ഒരു സെന്റിന് ഇന്നത്തെ വില അനുസരിച്ച് 4 ലക്ഷം രൂപ വില മതിക്കുന്ന 7 സെന്റ് സ്ഥലം 2 കുഞ്ഞുങ്ങളുടെ പേരിലായിട്ട് ഞാൻ എഴുതി നൽകുവാനിടയായത്. കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ട് വസ്തു കൊടുത്ത ഫാദറിനുണ്ടായ ചില അനുഭവങ്ങളാണ് അദ്ദേഹം തുറന്നു പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ വസ്തു ഞാൻ കൊടുത്തത്, ഈ വീട് വെക്കാൻ വേണ്ടിയിട്ട് ആ പുരയിടം ഞാൻ കൊടുത്തത് അത് തെറ്റായി പോയി എന്ന് ആ ഫാദർ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പാവങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നവർക്ക് പോലും ഇതൊരു ഒരു നെഗറ്റീവ് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതി കാണുമ്പോൾ ആർക്കും സഹായിക്കാൻ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവത്തരം ഓർത്താണ് അവർ സഹായിക്കുന്നത്. പക്ഷെ അത് അവിടം കഴിയുമ്പോഴത്തേന് എന്താ പറയാ, അത് അവർക്ക് തന്നെ വിനയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എന്തായാലും ആ ഫാദറിന് പറയാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. നമസ്കാരം. നമസ്കാരം ഫാദർ. ഞാൻ എല്ലാം ഫോളോ ചെയ്യുന്ന ആളാണ്, കാണുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. എനിക്ക് ഇവരുടെ ഈ വസ്തു ഞാൻ കൊടുത്തിട്ട് ഒരുപാട് മനപ്രയാസമാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പലരും എന്നെ വളരെയധികം കഴിഞ്ഞ ദിവസം പയ്യൻ ചോദ്യം ചോദിക്കുന്ന കേട്ടു, ഫാദറിന്റെ വസ്തു വിൽക്കാതെ കിടക്കുകയായിരുന്നു, നിങ്ങളെ മുഖ്യധാരയിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹം ബിസിനസ് ചെയ്തു, അങ്ങനെ ഇത്രയാദി കാര്യങ്ങൾ എനിക്ക് പൊതുസമൂഹത്തോടൊന്ന് പറയാൻ താല്പര്യപ്പെടുകയാണ്. അതായത് ഈ കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു കലാകാരനെ ഞാൻ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഞാൻ എവിടെയും സ്റ്റേജ് ഷോസോ ഒന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളല്ല. മറിച്ച് അദ്ദേഹത്തിന്റെ കലയെപ്പറ്റി അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടാണ് എന്നോട് പലരും പറയുകയും അങ്ങനെ ഞാൻ യൂട്യൂബുകൾ കാണുകയും ഒക്കെ ചെയ്ത അദ്ദേഹത്തിനെ പറ്റി എൻക്വയറി ചെയ്തപ്പോ എനിക്ക് കുറെ സോഷ്യൽ മീഡിയ പ്രവർത്തകരായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കളെ എനിക്ക് ധാരാളമായിട്ടുണ്ട്. അവരാണ് ഇദ്ദേഹത്തെ പറ്റി എന്നോട് പറഞ്ഞു, ഇദ്ദേഹം ഒരു കലാകാരനായിരുന്നു, എന്നാൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും സ്വന്തമായിട്ടൊരു വീടില്ലാത്ത, ഒരു സെന്റ് വസ്തുവില്ലാത്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങള് ഈ മരണത്തോടുകൂടി അനാഥമായി പോകുന്ന ഒരു അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്റെ കുടുംബസ്വത്തിൽ നിന്നാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും വിലപിടിപ്പുള്ളതായിട്ടുള്ള ഒരു സെന്റിന് ഇന്നത്തെ വില അനുസരിച്ച് 4 ലക്ഷം രൂപ വില മതിക്കുന്ന 7 സെന്റ് സ്ഥലം 2 കുഞ്ഞുങ്ങളുടെ പേരിലായിട്ട് ഞാൻ എഴുതി നൽകുവാനിടയായത്. അതിന് കാരണക്കാരായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനും അതേപോലെ തന്നെ എന്റെ ഒരു അടുത്ത സുഹൃത്ത് രാഹുൽ ഇരുമ്പുകുഴി എന്ന് പറയുന്ന ഒരു മാധ്യമ സുഹൃത്തും കൂടെയാണ് എന്നോട് റിക്വസ്റ്റ് ചെയ്യുക ചെയ്ത്. ആർ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു കേരളം ലോകം അറിയുന്ന, മലയാളികൾ അറിയുന്ന ഒരു വലിയ മാധ്യമ പ്രവർത്തകൻ എന്നോട് പറഞ്ഞു, അങ്ങ് ഏറ്റവും നല്ല ഒരു പ്ലോട്ട് ഈ കുഞ്ഞുങ്ങൾക്കായിട്ട് നൽകുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കുമെന്ന് റിക്വസ്റ്റ് ചെയ്തതിന്റെ ആ റിക്വസ്റ്റിനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ ഒരു 7 സെന്റ് സ്ഥലം ഈ 2 മക്കൾക്ക് നൽകിയത്. ഏതോ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു വ്യക്തി ചോദ്യം ചെയ്യുകയുണ്ടായി, നിങ്ങളെ മെയിൻ ലൈനിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ലൈം ലൈനിൽ നിൽക്കുന്ന നിങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ആ പുരോഹിതൻ ഈ വസ്തുക്കൾ വിറ്റു, അദ്ദേഹം നിങ്ങളെ വെച്ച് കച്ചവടം നടത്തി കാശുണ്ടാക്കി എന്നൊക്കെ. എത്ര അർത്ഥശൂന്യമായ സംസാരമാണ് ആ സോഷ്യൽ മീഡിയ പ്രവർത്തകൻ ഈ സ്ത്രീയോട് ചോദ്യം ചോദിക്കുന്നു. പക്ഷെ അവരതിന് തക്കതായ ഉത്തരം കൊടുക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. വസ്തു വാങ്ങാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ പണം ഉണ്ടെങ്കിൽ വസ്തു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വാങ്ങുക എന്നുള്ളതല്ലാതെ ഈ കുടുംബത്തിന്റെ പേര് പറഞ്ഞ് എന്നോട് ആരും വസ്തു വാങ്ങാൻ ഇവിടെ വരാറില്ല. അപ്പൊ ഇത്യാദി പല കാര്യങ്ങള് എന്നെ മനോവേദനപ്പെടുത്തിക്കൊണ്ട് ഇത് കൊടുത്തതിന് ശേഷം എനിക്ക് യാതൊരു അഡ്വാൻറ്റേജും ഉണ്ടായിട്ടില്ല. എനിക്ക് ഡിസഡ്വാൻറ്റേജ് അല്ലാതെ ഒരു അഡ്വാൻറ്റേജും ഇല്ല. ഈ കോള് റെക്കോർഡ് ചെയ്യണം. കാരണം ഞാൻ കൊടുത്തുവെന്നോർത്ത് എന്റെ റിലേറ്റീവ്സ് പോലും എന്റെ കുടുംബം പോലും എന്നോട് എതിർത്തിരിക്കുകയാണ്. എന്തിനു കൊടുത്തു എന്ന് എന്നോട് ചോദിച്ചിട്ടാകുമ്പോൾ ഞാൻ എന്റെ പേഴ്സണൽ, എനിക്ക് അവകാശപ്പെട്ട എന്റെ പേരിൽ സർവ്വ സ്വാതന്ത്ര്യമായി ഞാൻ അനുഭവിക്കുന്ന ഈ കുടുംബസ്വത്ത് ഞാൻ കൊടുത്തതെന്ന് വെച്ചാൽ 2 അനാഥ ബാല്യങ്ങളെ ഓർത്ത് ചെയ്തതാണ്.
പക്ഷെ ഇപ്പോൾ എനിക്ക് തീരാത്ത ദുഃഖവും പുറത്തിറങ്ങാൻ കഴിയാത്ത മനോവേദനകളുമാണ് പല വ്യക്തികളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തനായിട്ട് അങ്ങ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ കണ്ടു. മാധ്യമ പ്രവർത്തനങ്ങൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കഴിവനുസരിച്ച് നിങ്ങൾ ചെയ്തു. പൊതുസമൂഹത്തെ ഇത് അറിയിക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ. കാരണം ഞാൻ ചെയ്തത് എനിക്കൊരു പേര് കിട്ടാൻ വേണ്ടിട്ടോ ഇദ്ദേഹത്തിന് ഞാൻ ഓപ്പണായിട്ട് പറയാം, കൊല്ലം സുധിയുടെ 2 മക്കൾക്ക് ഇത് കൊടുത്തെന്ന് ഓർത്തോണ്ട് എനിക്ക് എന്തോ വലിയ നേട്ടമുണ്ട്. എന്ത് നേട്ടം എനിക്കുണ്ടാകേണ്ടി? എന്ത് നേട്ടം? എനിക്ക് വയസ്സ് 47 പ്രായം. എന്തോ ഇനി ഒരു കല്യാണം കഴിക്കണോ എനിക്ക്? അത് എന്റെ 2 ഒരു സുഖമില്ലാത്ത ഒരു സിസ്റ്ററുണ്ട്, എനിക്ക് ഓർമ്മയില്ലാത്തൊരു പെങ്ങളുണ്ട്. അല്ലെങ്കിൽ എനിക്ക് 46 വയസ്സുള്ള ഒരു സഹോദരിയുണ്ട്. ഞങ്ങൾക്ക് എന്താ ആവശ്യം ഇതിനുള്ളത്? എന്റെ അമ്മ ഒരു പ്രായം 73 വയസ്സുള്ള ഒരു മദറുണ്ട്. ഞങ്ങൾക്ക് എന്താ ആവശ്യം കിട്ടാൻ വേണ്ടിയിട്ടാ ഞങ്ങൾ ഇത് കൊടുക്കാൻ പോയത്? ഞങ്ങൾ ഇത്രമേ ചിന്തിച്ചു. ഞാനിവിടെ 1 ഏക്കർ ഭൂമി അല്ലാതെ 7-10 കുടുംബങ്ങൾക്ക് അനാഥമായിട്ട് കിടക്കുന്ന നിർധന കുടുംബങ്ങൾക്ക് ഞാനിവിടെ 1 ഏക്കർ ഭൂമി നൽകി. അത് 3 സെന്റ് വെച്ച് ഞാൻ ഓരോ കുടുംബങ്ങൾക്ക് ഒരു 10ഓളം കുടുംബങ്ങൾക്ക് അതെഴുതി നൽകിയിട്ടുണ്ട്. ഇവിടെ അയ്യപ്പ സേവാ സമിതിക്ക് ഒരു ക്ഷേത്രമില്ലായിരുന്നു, അതിന് 5 സെന്റ് സ്ഥലം ഞാൻ വില കൊടുത്ത് വാങ്ങി അമ്പലം പണിതു കൊടുത്തൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇവിടെ SNDP ക്ഷേത്രത്തിലേക്ക് പോകാൻ അവർക്ക് വഴിയില്ലായിരുന്നു. 27 സെന്റ് സ്ഥലം ആ ക്ഷേത്രത്തിലേക്ക് പോകാൻ വഴി കൊടുത്തൊരു വ്യക്തിയാണ്. അതൊക്കെ ഞാൻ കൊടുത്തത് എനിക്ക് പേരുണ്ടാകുക എന്നുള്ളതിൽ, മറിച്ച് ഞാൻ US നിന്നും വിദേശത്തു നിന്നും ഇവിടെ മടങ്ങി വന്നപ്പോൾ ഇവിടെയുള്ള പൊതുസമൂഹത്തിൽ പല ആൾക്കാർ എന്നോട് വന്ന് പറഞ്ഞു, ഇങ്ങനെ പല പ്രയാസങ്ങളിൽ കഴിയുന്ന ആൾക്കാരുണ്ട്, അല്ലെ അങ്ങനെ ആവശ്യങ്ങളിൽ കഴിയുന്നവരുണ്ട്, പല വേദനകളിൽ ഇരിക്കുന്നുണ്ട്. അവരെ ഇവിടുത്തെ തൃക്കൊടിത്താനം പഞ്ചായത്തിൽ 9-ാം വാർഡിൽ 3 സെന്റ് സ്ഥലം ഒരു അംഗൻവാടി പണിയാൻ ഏറ്റവും കണ്ണായ സ്ഥലം ഞാൻ നൽകി. അങ്ങനെ എണ്ണി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു. അല്ലാതെ കൊല്ലം സുധിയുടെ 2 മക്കൾക്ക് എന്തോ കൊടുത്തിട്ട് എനിക്ക് എന്തോ കിട്ടി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോണ്ടല്ലോ പുച്ഛമെന്നല്ലാതെ വെറും പുച്ഛമാണ് എനിക്ക്. സത്യം പറഞ്ഞാൽ ഞാനിത് കൊടുത്തതിനെ ഓർത്ത് ദുഃഖിക്കുന്നു, അങ്ങേയറ്റം ദുഃഖിക്കുന്നതിന് കാരണം സോഷ്യൽ മീഡിയയിൽ എന്നെ അങ്ങ് അവഹേളിക്കാണ് ഒരു വിഭാഗം ആൾക്കാർ. പിന്നെ കൊല്ലം സുധിയുടെ സഹധർമ്മിണി സിനിമയിൽ അഭിനയിക്കാൻ പോയതോ നാടകത്തിന് പോകുന്നതോ ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ അവരെ അറിയുന്നില്ല, ഞാൻ അവരെ കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ എനിക്ക് അവരുമായിട്ട് യാതൊരു കണക്ഷൻ ഇല്ല. മറിച്ച് അവരുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ സഹായിക്കുവാൻ കൊണ്ടുപടിയായത്. അതുകൊണ്ട് ദയവായിട്ട് ഉറപ്പായിട്ടും ഇത് ഞാൻ എന്തായാലും നാളെ വീഡിയോ ചെയ്യാം. ഫാദർ എന്റെ വോയിസ് അടക്കം പൊതുസമൂഹങ്ങളിൽ കേൾപ്പിക്കുവാൻ ഇടയാകണമേ എനിക്ക് വളരെ വിനീതമായിട്ട് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്. ഹൃദയം പൊട്ടുന്ന ദുഃഖത്തോടുകൂടി സംസാരിക്കുന്നത്. എനിക്ക് മനസ്സിലാവും ഫാദർ, ആ ഒരു വിഷമം മനസ്സിലാവും. കാരണം ഒരു നേട്ടം ആഗ്രഹിച്ചിട്ടാണെന്ന് എനിക്കും തോന്നിയിട്ടില്ല ഫാദർ അത് ചെയ്തിട്ടുള്ളത്. അതായത് ഞാൻ കൊടുത്തു നോർത്തോണ്ട് ബ്രദറെ അല്ലെങ്കിൽ അതുൽ, എനിക്ക് യാതൊരു വിധമായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടില്ല. ഞാൻ അവർക്ക് കൊടുത്തത്, ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത് നല്ല മനസ്സോടുകൂടി തന്നെ ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്തതാണ്. അതിനകത്ത് എനിക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകണമെന്നല്ല, എന്റെ കുടുംബത്തിനൊരു പേരുണ്ടാകാനല്ല. എന്നോട് ഇദ്ദേഹം ഈ ബഹുമാനപ്പെട്ട ആ ശ്രീകണ്ഠൻ നായർ അവരുകളും മറ്റു പല സാമൂഹ്യ പ്രവർത്തകര്, മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് റിക്വസ്റ്റ് ചെയ്തേ ബിഷപ്പ് ഇങ്ങനത്തെ കാര്യം ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു, വളരെ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞ ആ വാക്കുകളെ ബഹുമാനിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അല്ലാതെ ഒന്നും അറിയാത്ത കുറച്ച് വ്യക്തികൾ വന്ന് ഈ സ്ത്രീ എവിടെങ്കിലും വന്നിരിക്കുന്ന ഉടനെ അവന്റെ യൂട്യൂബിന് എന്തെങ്കിലും ഒരു പേര് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെ അവന്റെ യൂട്യൂബിന് 10 വ്യൂവേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് പൊതുസമൂഹത്തിൽ ആദരണീയരായി ജീവിക്കുന്ന വ്യക്തികളെ കരിവാരി തേച്ചുകൊണ്ടുള്ള സംസാരം. ഞാൻ ആ വ്യക്തിയെ കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെന്ന് താല്പര്യപ്പെടുകയാണ്, നിയമപരമായി മുന്നോട്ട് പോകണമെന്ന് താല്പര്യപ്പെടുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഇനി കേരളത്തിൽ ആരെങ്കിലും ഒരു പാവങ്ങളെ സഹായിക്കാൻ ചെറുപ്പക്കാർ ഇങ്ങനെ മുൻപോട്ട് വരുമോ? ഇനി ആരെങ്കിലും ഇങ്ങനെയുള്ള നിരാശപ്പെടുത്തുന്ന പ്രവർത്തനം ഉണ്ടായി നമുക്ക് ഒരാളെ സഹായിക്കാൻ തോന്നുമോ? അതിൽ പറഞ്ഞാട്ടെ എങ്ങനെ തോന്നും? അത് പറയുന്നത് കറക്റ്റാണ്. ഞാൻ ഇവരെ ഒരിക്കലും ശ്രദ്ധിക്കുന്നില്ല. ഞാൻ അവര് സിനിമയ്ക്ക് പോകുന്നതോ അവരഭിനയിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ അവരെങ്ങനെ നടക്കുന്നുള്ളതോ ഇതെന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ അത് നോക്കിക്കൊണ്ട് നടക്കാനുള്ള സമയമില്ലാത്ത ഒരാളാണ്. പക്ഷെ എനിക്കറിയുന്ന ദുഃഖിച്ചിരിക്കുന്നവരെ, വേദനയിലിരിക്കുന്നവരെ, വീടില്ലാത്തവരെ, കഷ്ടപ്പെടുന്നവരെ കണ്ട് മനസ്സിലാക്കി. അല്ലെങ്കിൽ തന്നെ ഫാദർ സഹായിച്ച സമയത്ത് അവരിങ്ങനെയൊന്നും അല്ലായിരുന്നു. ആ ഒരു സമയത്ത് അവരന്ന് ജീവിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് ഞാൻ അവരെ ഈ മാധ്യമ പ്രവർത്തകർ കൊണ്ടുവന്ന സമയത്ത് അവരെങ്ങനെയാ അവരുടെ ദയനീയ അവസ്ഥ കണ്ടിട്ട് എനിക്ക് വളരെ ദുഃഖമാണെന്ന് തോന്നി അവരെ കണ്ടപ്പോൾ. പിന്നീട് അവര് എന്തൊക്കെയോ എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവര് എന്തോ എനിക്കൊരു ഉപമാവ് പോലും അതിന് പറയാൻ കിട്ടുന്നില്ല. കാരണം അവരിതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവരെന്തോ ഒരു അഭിനേത്രിയായിട്ട് അവർ സമൂഹത്തിലേക്ക് പോകുന്നു, അവർ അഭിനയിക്കുന്നു, അതിനെ ആമീൻ പറയാൻ കുറച്ചു പേര്, അതിനെ എതിർക്കുന്നവർ കുറച്ച്. എന്റെ വിഷയമല്ലിത്. എനിക്ക് അവർ അഭിനയിച്ചാൽ എന്താണ്,
അവർ അഭിനയിച്ചില്ലെങ്കിൽ എന്താണ്? പിന്നെ ഇവിടെ ഞാനൊരു സ്ഥലം കൊടുത്തു എന്നോർത്ത് ദുഃഖിക്കുന്നത്. ഇന്ന് എനിക്ക് അപമാനം ഉണ്ടായത് ഞാൻ വളരെ ഇത് കൊടുത്തു എന്നോർത്തതിൽ ഞാൻ സങ്കടപ്പെടുകയായിട്ട് ദുഃഖിക്ക്. ഈ രാത്രി ഇപ്പൊ സമയം 12 ആവുന്നു. ഈ സമയത്ത് ഞാൻ അങ്ങേക്ക് ഒരു മെസ്സേജ് അയക്കാൻ വിളിക്കുകയും ചെയ്യാൻ കാണിച്ച നല്ല മനസ്സിനെ ഞാൻ ബഹുമാനിക്കുന്നു. ഇത് പൊതുസമൂഹത്തെ ദയവായിട്ട് പോസിബിൾ ഇത് പുറലോകത്തെ അറിയിക്കണം. എന്നെ ഇങ്ങനെ അപമാനിക്കണം, നിർത്തൽ ചെയ്യാനായിട്ട് പറഞ്ഞു. കാരണം ശക്തിയും വേണ്ട. ഇത് ഒരു വ്ലോഗ് പോലെ തന്നെ അങ്ങ് ചെയ്യണം, അങ്ങിത് പറയണം സമൂഹത്തോട്. എനിക്ക് ഈ വ്യക്തിയോടോ ഈ കുടുംബത്തോടോ യാതൊരു വിധമായിട്ടുള്ള അമിതമായിട്ടുള്ള സ്നേഹമോ അമിതമായിട്ടുള്ള കടപ്പാടോ ഒന്നുമില്ല. ഞാൻ ഈ കൊല്ലം സുധിയെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആൾ, എനിക്ക് അറിയാത്ത ആളാണ്. ടി വിയിൽ പോലും അദ്ദേഹത്തിന്റെ പ്രോഗ്രാം കാണാൻ സമയം. ഞാൻ വിദേശത്ത് ജീവിച്ച ആളാണ്. വളരെ ചെറിയ എനിക്ക് 20 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞാൻ വിദേശത്ത് ആളാണ്. എന്റെ ചെറിയ പ്രായം മുഴുവൻ വിദേശത്ത് ചെലവഴിച്ചു. ഞാനിപ്പോൾ എന്റെ പ്രോപ്പർട്ടികൾ പലരും യൂട്യൂബിൽ പറഞ്ഞു അദ്ദേഹത്തിന് ഒരുപാട് സ്വത്തുണ്ട്. ശരിയാണ്, എന്റെ കുടുംബ സ്വത്തുക്കളാണ് ഇവിടെ കിടക്കുന്ന വസ്തുക്കൾ. അത് വസ്തുക്കളാണ്, അത് പൂർവികരായിട്ട് എത്ര തലമുറകൾക്ക് മുമ്പ് ഉണ്ടാക്കിയ സ്വത്ത്, കുടുംബ സ്വത്താണ് ഇവിടെ കിടക്കുന്നത്. ഞാനത് നോക്കി സംരക്ഷിക്കേണ്ട ആവശ്യം എനിക്കുള്ളത് കൊണ്ട് നാട്ടിലേക്ക് വന്നിരിക്കുന്നു. അപ്പോഴാണ് ഇങ്ങനെ പല ആവശ്യങ്ങളിൽ കഴിയുന്നവരെയും വേദനയിൽ കഴിയുന്നവരെയും കേൾക്കുവാനിടയായതും എന്നെ കൊണ്ട് കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുത്തത്. അത് നിങ്ങളെപ്പോലുള്ളവർ ഞാൻ അതിൽ പല വ്ലോഗ്സ് കണ്ടിട്ടുണ്ട്. അപ്പം ഇത് സമൂഹത്തോട് പറയുക. ഒരാളെ വേദനിപ്പിക്കരുത്, ഒരാളെ നിങ്ങൾ തേജോവധം ചെയ്യരുത്. മറിച്ച് ഇവരെ ഈ സ്ത്രീയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അത് പൊതുസമൂഹം വിലയിരുത്തട്ടെ. എന്താ അത് പൊതുസമൂഹം. അല്ല, അതിന്റെ ഇടയിൽ ഫാദറിനെ ഒരിക്കലും പിടിച്ചിടുന്നതിൽ എനിക്ക് യോജിപ്പില്ല. സങ്കടമാണ് വളരെ എന്റെ കുടുംബത്തിന്. കാരണം അമ്പലവേലിൽ എന്ന് പറഞ്ഞാൽ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിനാണ്. എന്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴയ പ്രാചീന ക്രിസ്ത്യാനി കുടുംബക്കാരനാണ് ഞാൻ. എന്റെ കുടുംബത്തിനെ പോലും വലിച്ചെടുത്ത് ഞങ്ങൾക്ക് എന്തൊക്കെയോ സാധിച്ചു, ഞങ്ങൾ എന്തൊക്കെയോ വലിയ കരയിലെത്തി. ഒന്നുമില്ല, അതിൽ ഞങ്ങൾ ഒന്നും എത്താനായിട്ടില്ല. ഞാനിത് പറയാനായിട്ട് വന്നതിൽ എനിക്ക് സങ്കടമേ ഉള്ളൂ. ഈ രാത്രി എനിക്കിത് പറയേണ്ടി വന്നത് കാരണം ഈ ഡാമിൽ വെള്ളം എന്റെ ഉള്ളിൽ പൊട്ടുന്ന രീതിയിൽ ഞാൻ കുറച്ച് യൂട്യൂബേഴ്സിനെ ഇവിടെ വിളിച്ചത് സംസാരിക്കണമെന്നാണ്. ആദ്യം നിങ്ങൾ തന്നെ ഇത് പുറകെ അറിയിക്കുക. അത് കഴിഞ്ഞ് അടുത്ത സോഷ്യൽ മീഡിയക്കാർ എന്നെ തേടി വരുമെന്നുള്ള സംശയമില്ല. കാരണം എന്തെങ്കിലും പാവത്തെ സഹായിക്കാൻ ഇനി എങ്ങനെ മനസ്സ് വരും ഒരാൾക്ക്? എങ്ങനെ മനസ്സ്? ഈ സ്ത്രീയോടൊരു കുറെ പേര് വട്ടത്തിൽ കൂടിയിരുന്ന് അവരരിയുന്നതും അവര് മുടി ചൊറിയുന്നതും പേനെ പെറുക്കി എടുക്കുന്നതും അവര് ബാത്റൂമിലോട്ട് പോകുന്നതും അവര് വെള്ളം കുടിക്കുന്നതും അവര് ചക്ക പുഴുകി ചെന്നിട്ട് അത് കമ്പുകൊണ്ട് കുത്തി ഇറക്കുന്നു. ഇതൊക്കെ സമൂഹത്തെ ആർക്ക് കാണണം? ആരാ ഇതൊക്കെ ആഗ്രഹിക്കുന്നതും? ഇതാണോ സെലിബ്രിറ്റി എന്ന് പറയുന്നത്? ഇതാണോ പൊതുസമൂഹം പിന്നെ കാണാൻ ആഗ്രഹിക്കുന്നത്? ഈ കേരളത്തിൽ എത്രയോ പേരെടുത്ത സിനിമാ നടിമാരുണ്ട്, നാടക നടിമാരുണ്ട്. അവരൊക്കെ എങ്ങനെ ജീവിക്കുന്നു? അവരവരുടെ ലൈഫ് എന്താ? അവര് സമൂഹത്തില് ഇതെന്തുവാ ഇത്? അപ്പം ഞാനതിൽ അങ്ങേറ്റം ദുഃഖിക്കുന്നു, ഞാൻ ഖേദിക്കുന്നു. ഇത് കൊടുത്തതിനെ ഓർത്ത് ഞാൻ സങ്കടപ്പെടുന്നു. പ്രത്യേകിച്ച് എന്നെ വേദനിപ്പിക്കുന്ന കാരണങ്ങൾ ഉണ്ടാക്കിയ കാരണത്താൽ ഞാൻ ദുഃഖിക്കുന്നു. മറിച്ച് ആ 2 കുഞ്ഞുങ്ങൾക്ക് എഴുതി കൊടുത്തതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾക്ക്, ആ പിള്ളേർക്കാണ് അത് എഴുതി കൊടുത്തേക്കുന്നത്. മറിച്ച് എന്നെ എടുത്തിട്ട് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ് എടുത്തിട്ട് അലക്കുക. ഈ അലക്കുന്നതിൽ വളരെ ദുഃഖമുണ്ട്. അവൻ ദയവായിട്ട് അടുത്ത ദിവസങ്ങളെ ബ്ലോഗ് എന്തായാലും ഞാൻ വീഡിയോ ചെയ്യാം. 1 or 2 സീരീസ് ആയിട്ട് ഇത് ചെയ്ത ലിങ്ക് എനിക്ക് അയച്ചു തരണം. ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് പറയുന്നതും എനിക്ക് നേരിട്ട് നിങ്ങളെയൊക്കെ വന്ന് കാണാൻ സമയം കിട്ടത്തില്ല. കാരണം ഞാൻ വളരെ പല കാര്യങ്ങളും എനിക്ക് ബിസിയാണ്. മനസ്സിലാവും ഫാദർ. എന്തായാലും ഇതിപ്പം ഫാദറിന്റെ ഭാഗം പറഞ്ഞത് സത്യം പറഞ്ഞാൽ നന്നായി. അതെ, അതുകൊണ്ട് എനിക്കിതിനകത്തൊന്നും എന്റെ ബിസിനസ് ഞാൻ കൊല്ലം സുധിക്ക് മക്കൾക്ക് വന്നതിന് ശേഷം 1 സെന്റ് സ്ഥലം ഞാൻ ഈ താമസിക്കുന്ന 5 ഏക്കറിനകത്തുനിന്ന് ഞാൻ വിൽക്കും. കാരണം വിൽക്കാൻ എനിക്ക് താല്പര്യപ്പെടുന്നില്ലെന്ന് പറഞ്ഞാൽ വില കിട്ടിയാലേ കൊടുക്കത്തുള്ളൂ. അല്ലാതെ കൊല്ലം സുധിയുടെ ഭാര്യയും കുടുംബത്തിലും ഒന്ന് താമസിച്ചെന്നോർത്തോണ്ട് ഞാൻ വരുന്നവർക്ക് വില കുറച്ച് വസ്തു കൊടുക്കാനോ വില ഈ നാട്ടിലുള്ള വില എനിക്ക് എപ്പോ വസ്തു കിട്ടും അപ്പൊ എന്റെ വസ്തു പ്രോപ്പർട്ടി ഞാൻ കൊടുക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ കൊടുക്കും. അത്രേ ഉള്ളൂ. അത് വെച്ച് ചോദ്യങ്ങൾ ചോദിക്കണം. നിങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം ബിസിനസ് ചെയ്തു എന്ന് ഞങ്ങൾ ജനപ്രചരണം ഉണ്ടല്ലോ, എന്ത് പ്രചരിപ്പിക്കുകയാണ്? എനിക്ക് ആ വ്യക്തി ഇതുവരെ മനസ്സിലായി. ആ വ്യക്തി എനിക്ക് നമ്പർ കിട്ടുവാണെങ്കിൽ ഞാൻ എന്റെ അഡ്വക്കേറ്റിനെ കൊണ്ട് അവനെ വിളിപ്പിക്കാനിരിക്കുക. അവന്റെ നമ്പർ അതുലിന് അവന്റെ നമ്പർ എനിക്ക് അറിയില്ല, എനിക്ക് അവരുമായിട്ടൊന്നും കോണ്ടാക്ട് ഇല്ല. അദ്ദേഹത്തിന് നമ്പർ കിട്ടുവാണെങ്കിൽ എനിക്കൊന്ന് അയച്ചു തരണം. അത് അഡ്വക്കേറ്റ് അവർക്ക് വേണ്ട നടപടികൾ എടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. മാനനഷ്ടത്തിന് വേണ്ടി ഒരു കേസും കൂടെ ഒരു നോട്ടീസും കൂടെ അങ്ങ് കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരാളെ ഇങ്ങനെ അപമാനിക്കണ്ട. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങള് പല കാര്യങ്ങൾ ചെയ്യുന്നു. ഓരോരുത്തർക്കും ഓരോ കഴിവാണ് ഈശ്വരൻ നൽകിയിരിക്കുന്നത്. പൊതുസമൂഹത്തിൽ നിങ്ങൾ പല കാര്യങ്ങളും ഞാനിതെല്ലാം ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളാണ്. ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്.
അപ്പം താങ്ക് യു ഫാദർ. ഫോളോ ചെയ്യും. നമ്മളൊരു തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുന്നതിന് ഒരു തെറ്റുമില്ല. മറിച്ച് ഇങ്ങനെ വ്യക്തികളെ പതിയിരുന്ന് ആക്രമിക്കുന്ന പോലുള്ള ക്വസ്റ്റ്യൻസ് അവിടുന്ന് ഇവിടുന്ന് തൊടുത്തുവിട്ട് പൊതുസമൂഹത്തിൽ മറ്റുള്ളവർക്ക് വേദന ഉളവാക്കുന്നതും മറ്റുള്ളവരെ ചോദ്യചിഹ്നത്തിന്റെ മുൾമുനയെ കൊണ്ട് നിർത്തിയിട്ട് വ്യൂവേഴ്സിനെ കിട്ടിയിട്ട് എന്തുവാണ് ഇവരിത് ഉദ്ദേശിക്കുന്നത്? അതെ, അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ട് ഫാദർ എന്തായാലും വീഡിയോ ചെയ്യണം ഫാദർ. ഫാദറിന് പറയാനുള്ളത് കൂടെ കേൾക്കണമെന്നും പറഞ്ഞുകൊണ്ട് എന്റെ വോയിസ് കൂടെ കൊടുത്തോളൂ. ഓക്കെ ഫാദർ. ഉണ്ടായ ദുഃഖങ്ങളെ പറ്റി പറഞ്ഞോളൂ. എനിക്ക് ഒരു ഞാൻ നേരിട്ടല്ലേ പറയുന്നത്, എന്നെ ആരും പ്രേരിപ്പിച്ച് പറയിപ്പിച്ചതല്ല. എന്റെ ഹൃദയത്തിലുണ്ടായ വേദന ഞാൻ പറയുന്നത്. ഓക്കെ ഫാദർ. ഞാൻ കൊല്ലം സുധിര 2 മക്കളായിട്ടുള്ള രാഹുൽ ദാസിനും റിതുലിനും ഞാന് 7 സെന്റ് സ്ഥലം വില വിടും. ഒരു സെന്റിന് 4 ലക്ഷം രൂപ വില മതിക്കും 7 സെന്റ് സ്ഥലം ഞാന് കൊടുത്തതിന്റെ പ്രധാന കാരണം 24 ചാനലിന്റെ ഡയറക്ടറായിട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട എന്നോട് റിക്വസ്റ്റ് ചെയ്തത് അങ്ങ് ഇത് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നന്നായി യൂട്യൂബിൽ വീഡിയോ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു ഞാൻ ബിഷപ്പിനോട് റിക്വസ്റ്റ് ചെയ്തതിന് എന്റെ റിക്വസ്റ്റ് ഞാൻ കണ്ടിട്ടുള്ളതാണ് ഫാദർ ആ വീഡിയോ അന്നത്തെ വീഡിയോ. ഞാനിത് കൊടുത്തതുകൊണ്ട് എനിക്ക് എന്തൊക്കെയോ കിട്ടി. എന്ത് കിട്ടി? ഞാനൊരു പുരോഹിതനാണെന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. അതേസമയം എന്റെ കുടുംബത്തിൽപ്പെട്ട ചെറുപ്പക്കാർ ഇങ്ങനെ സംസാരിക്കത്തില്ല. ഞാനൊരു വൈദികനായതുകൊണ്ടും ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് സംസാരിക്കുന്നു. ദയവായി ഞങ്ങളെ പോലുള്ളവരെ ഈ ഇടയ്ക്ക് പിടിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഞങ്ങളെ വെച്ച് നിങ്ങൾ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവരവരുടെ കാര്യം നോക്കി ഇനി ഒരു പാവങ്ങളെ കാണുമ്പോൾ എങ്ങനെ സഹായിക്കാൻ ഒരു മനസ്സുണ്ടാവും. ഇതുപോലുള്ള ചോദ്യങ്ങൾ വരും. നമുക്കൊരാളെ സഹായിക്കാൻ ഒരു ഹൃദയം തോന്നും. അയ്യോ ഞാനൊന്ന് സഹായിച്ചതിന് മാത്രം മതിയല്ലോ എന്നുള്ള രീതിയിലായി പോകത്തില്ലേ? ഓർത്ത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്ക് ഒത്തിരി ചോദ്യചിഹ്നങ്ങളാണ് മുൻപിൽ ഉയർന്നു വന്നേക്കുന്നത്. കാരണം എന്താ അറിയോ, അതൊരു ബോധ്യമായിരുന്നു. അതിന് ഇഷ്ടം പോലെ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. കാരണം സ്വസ്ഥതയില്ല. അത്രമേ എനിക്ക് പറയാനുള്ളൂ. ബാക്കിയൊന്നും അതുകൊണ്ടാണ്. അനുഗ്രഹിക്കട്ടെ. അതിനെയും കുടുംബത്തെയൊക്കെ ദൈവം സഹായിക്കട്ടെ. പ്രവർത്തനങ്ങളെ ദൈവം സഹായിക്കട്ടെ. ഞങ്ങളെ പോലുള്ളവരെ മറക്കാതിരിക്കുക. ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. ഞാനെന്ന് വെച്ചാൽ എന്നോട് അതിന്റെ വീട് ബ്ലസ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പോയി ബ്ലസ് ചെയ്ത് കൊടുത്തു. അത്ര മാത്രമേ എനിക്കറിയത്തുള്ളൂ. ഞാൻ പോയി ആ വീട് ബ്ലസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ ആ വീട് ബ്ലസ് ചെയ്ത് കൊടുത്തു. ഞാൻ മടങ്ങി വന്നു. അല്ലാതെ എനിക്ക് അവരുടെ കാര്യങ്ങൾ എന്തായി ഇതൊന്നും ഞാൻ തിരക്കാൻ സമയവുമില്ല. നമുക്കതിന്റെ ആവശ്യവുമില്ല. അവരേത് പള്ളിയിൽ പോകുന്നവരാണെന്നോ അവർ അമ്പലത്തിൽ പോകുന്നവരാണോ അവരെന്ത് വിശ്വാസമുള്ള അതൊന്നും എന്നെ ബാധിക്കേണ്ട കാര്യമില്ലാണോ? തീർച്ചയായും അല്ല, ഒരിക്കലും അല്ല. അതൊരു നല്ലൊരു പ്രവൃത്തി ചെയ്തു, അത്രേ ഉള്ളൂ. അത് ദയവായിട്ട് അത് നല്ലൊരു വ്ളോഗായിട്ടോ 1-2 വ്ളോഗായിട്ട് അത് കൊടുത്ത് നല്ല രീതിയിൽ അത് ക്ലാരിഫിക്കേഷൻ ചെയ്യണമെന്നൊരു റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ. ഉറപ്പായിട്ടും ഫാദർ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാൻ വേണ്ടി. ഓക്കെ എന്നാ താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. വിളിച്ചതിന് താങ്ക്സ് കേട്ടോ. വിളിക്കാൻ കാണിച്ച് നല്ല മനസ്സിലായി. അങ്ങനെയൊന്നുമില്ല ഫാദർ. താങ്ക് യു സോ മച്ച്. ഓക്കെ ശരി.